ഹലോ ഡി നീറ്റ് ആസ്പിരൻറ്റ്. സോ നമ്മൾ ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. MBBSന്റെയും BDSന്റെയും ആദ്യ അലോട്ട്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രജിസ്ട്രേഷന് ശേഷമാണ് ചോയ്സ് ഫില്ലിംഗ് നമ്മൾ നടത്തുക. നമ്മൾ ഫീസ് അടച്ചാൽ മാത്രമേ, അതായത് രജിസ്ട്രേഷൻ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ചോയ്സ് ഫില്ലിംഗ് നടത്താൻ സാധിക്കൂ. അപ്പോൾ എന്താ ചോയ്സ് ഫില്ലിംഗ്? നമ്മളിപ്പോൾ +1ലേക്കൊക്കെ അലോട്ട്മെന്റിലേക്ക് കയറുമ്പോൾ നമ്മൾ സ്കൂളുകൾ കൊടുക്കും അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള സ്കൂളുകളും നമുക്ക് ഇഷ്ടമുള്ള സ്ട്രീമും നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ഇന്ന സ്കൂള്, അതിൽ സയൻസ് ആണെങ്കിൽ സയൻസ് വെക്കും അല്ലെ, കൊമേഴ്സ് വേണ്ടവർ കൊമേഴ്സ് വെക്കും, ഹ്യൂമാനിറ്റീസ് വേണ്ടത് ഹ്യൂമാനിറ്റീസ് വെക്കും. അതേപോലെ തന്നെയാണ് ഇവിടെയും ചോയ്സ് ഫില്ലിംഗ് നടക്കുക. നമുക്ക് MBBSും BDSും എല്ലാം ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് വേണ്ടത് ഏതാണോ അതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, എയിംസ് കോളേജുകളുണ്ട്, ഓൾ ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന, ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്ന സീറ്റുകളുണ്ട്, ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളുണ്ട്. അപ്പം നമുക്ക് വേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതാണെന്നുള്ള പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി ചോയ്സ് ഫില്ലിംഗ് നടത്തുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോവാണ്. സോ രജിസ്ട്രേഷന് ശേഷം ചോയ്സ് ഫില്ലിംഗ് ആരംഭിക്കുമ്പോൾ, ചോയ്സ് ഫില്ലിങ്ങിന്റെ നടപടികൾ ആരംഭിക്കുമ്പോൾ നമുക്കിവിടെ ഇതാ കാണാം, നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മൾ രജിസ്ട്രേഷന് ശേഷം നമുക്കിവിടെ കാണാം, ഇവിടെ ചോയ്സ് ഫില്ലിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ മുകളിൽ അവൈലബിൾ ചോയ്സസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് എത്ര ചോയ്സുകൾ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, ഡീംഡ് കോളേജുകളുണ്ട്, എയിംസ് കോളേജുകളുണ്ട്, ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളുണ്ട്. ഇതിൽ എത്ര ചോയ്സുകൾ MBBSനും BDSനും ഒക്കെ അവൈലബിൾ ആണെന്നുള്ള കംപ്ലീറ്റ് ഡേറ്റ് കിട്ടും. നമുക്കതിൻ്റെ പ്രിന്റ് എടുക്കാം. കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ അവൈലബിൾ ചോയ്സിന്റെ പ്രിന്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്രിന്റ് എടുക്കാനാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കാം. അതായത് ഒരുപാട് സീറ്റുകൾ, ഒരുപാട് കോളേജുകളും ഒരുപാട് സ്ട്രീമുകളും ഉണ്ട്. അതിന്റെ പ്രിന്റ് എടുത്ത് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. മറ്റത് ഇവിടെ സ്ക്രോൾ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദാ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിം, പ്രോഗ്രാം, കോട്ട എല്ലാം ഇതിൽ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആണ്. അതായത് ചോയ്സ് ഫില്ലിംഗ് നടക്കുന്ന ടൈമിൽ വിസിബിൾ ആണ്. ബട്ട് അത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏതെടുക്കണം, ഏത് ഒപ്റ്റ് ചെയ്യണം, ഏത് ഒന്നാമത് വെക്കണം എന്നുള്ളത്. പിന്നെ ആയിരിക്കും ചില ഓപ്ഷൻസ് നമ്മുടെ കണ്ണിൽ പെടുക. അപ്പൊ അതിന് നിൽക്കേണ്ട, നിങ്ങൾ പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡേറ്റ കിട്ടും. ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോട്ട സീറ്റുകൾ, MBBS ആണോ BDS ആണോ, ഈ കംപ്ലീറ്റ് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ആ പ്രിന്റിൽ നിന്ന് നിങ്ങൾ സോർട്ട് ചെയ്യാം. ഞാൻ ഒന്നാമത് ഏത് വെക്കണം, ഇതാണ് പ്രയോറിറ്റി ലിസ്റ്റ്. ഒന്നാമത് ഞാൻ വെക്കേണ്ടത് എയിംസ് ഡൽഹി ആണെങ്കിൽ ചോയ്സ് നമ്പർ 1 നിങ്ങൾ 1 എന്നിട്ടിട്ട് എയിംസ് ഡൽഹി എന്നൊരു പേപ്പറിൽ എഴുതുക. അടുത്തത് നിങ്ങൾ ഈ ലിസ്റ്റ് നോക്കുക. ലിസ്റ്റിൽ ഏതൊക്കെ കോളേജുകൾ ഉണ്ടെന്ന് നോക്കി. ഇപ്പൊ ജിപ്മർ ആണ് വേണ്ടത് ഒരു കുട്ടിക്കെങ്കിൽ ജിപ്മർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ 2 ഇട്ടിട്ട് ജിപ്മർ ഇതെടുക്കുക, MBBS എടുക്കുക. അല്ല, നിങ്ങൾക്ക് ഏതാണോ ഓപ്ഷൻ വേണ്ടത് അതാണ് പറയുന്നത്. പ്രയോറിറ്റി ലിസ്റ്റ് നോക്കിയിട്ട്, ഈ ലിസ്റ്റ് അവൈലബിൾ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളൊരു പ്രയോറിറ്റി ഓർഡർ ഉണ്ടാക്കുക. ഞാൻ ഒന്നാമത് വെക്കുന്നത് ഇന്ന കോളേജും ഇന്ന കോഴ്സും ആയിരിക്കും. ഞാൻ ഒന്നാമത് വെക്കുന്നത് എയിംസ് ഡൽഹിയിൽ MBBS ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഒന്നാമത് വെക്കുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ MBBS ആയിരിക്കും. അത് ഓൾ ഇന്ത്യ കോട്ട സീറ്റിന് അണ്ടറിൽ വരുന്ന സീറ്റാ. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ആ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അതിന് നിങ്ങൾ ഈ പ്രിന്റ് ഔട്ട് എടുക്കാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കാൻ. റെഡി അല്ലേ? യെസ്. ആൻഡ് നമുക്ക് ചോയ്സ് ഫില്ലിംഗ് ആരംഭിക്കുമ്പോൾ ഇവിടെ ദാ ചോയ്സ് ഫില്ലിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഇതേപോലെ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ വരിക. ഇവിടെ കാണാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡും അതേപോലെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണോ നിങ്ങളുടെ പാസ്വേഡ് അത് അടിച്ച് സബ്മിറ്റ് ചെയ്യുക. ആൻഡ് അടുത്തത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആണ്. ആ മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ, നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത മൊബൈൽ നമ്പർ ഏതാണോ അത് കൊടുക്കുക. അതിലേക്ക് OTP വരും. ആ OTP വാലിഡേറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു പേജിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ പാസ്വേഡും മൊബൈൽ നമ്പറും യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇതിലേക്ക് കയറാനായിട്ട്, ചോയ്സ് ഫില്ലിംഗിലേക്ക് കയറാൻ സാധിക്കുക. സോ ഇവിടെ കാണാം, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിം, പ്രോഗ്രാമിന്റെ നെയിം, കോട്ട, ഇവിടെ ശരിക്കും എല്ലാം വിസിബിൾ ആകും കേട്ടോ. ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് വിസിബിൾ ആകും. നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് അതേ സാധനം തന്നെയാണ് ഇവിടെ കിട്ടുക. ഏതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഏതൊക്കെയാണ് എന്താണ് പ്രോഗ്രാം മീൻസ് MBBS ആണോ BDS ആണോ, അതാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് വരും. ഇപ്പൊ എയിംസ് ഡൽഹി അല്ലെങ്കിൽ ജിപ്മർ കാലിക്കറ്റ്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് വരും. ഇവിടെ അത് ഏത് പ്രോഗ്രാം ആണ്, MBBS ആണോ BDS ആണോ, ഏതാണ് പ്രോഗ്രാം എന്നുള്ളത് വരും. ആൻഡ് ഈ കോളത്തിൽ കോട്ട വരും. കോട്ട മീൻസ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയുടെ അണ്ടറിൽ വരുന്നതാണ്. ഓൾ ഇന്ത്യ കോട്ട. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ ഓപ്പൺ കോട്ടയിൽ വരുന്നതാണ്. അപ്പോൾ
അത് നിങ്ങൾ ഇതാക്കണ്ട. ആൻഡ് ഡീംഡ് കോളേജുകൾ കാണും. അപ്പൊ അത് നോക്കുക. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് നോക്കുക, ഏതാണ് പ്രോഗ്രാം, MBBS ആണോ BDS ആണോ നിങ്ങൾ ഒപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ആൻഡ് ഇവിടെ ആക്ഷൻ എന്ന് കാണും, അതിൽ ആഡ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇത് ഇങ്ങോട്ടേക്ക് വരും. ഇത് നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ് ഈ പേജ്. ഓക്കെ, ഈ പേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ പേജിൽ അവർ കുറേ അധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തരും. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതിൽ MBBS ആണോ BDS ആണോ, അത് ഓൾ ഇന്ത്യ കോട്ടയുടെ അണ്ടറിൽ വരുന്നതാണോ ഓപ്പൺ കോട്ടയാണോ എന്നുള്ളത് അവരിങ്ങനെ ലിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇത്രയും 400-ലധികം ഇത് കാണും, ഓപ്ഷൻസ് കാണും. അതിങ്ങനെ താഴേക്ക് വരും. അതിൽ നമുക്ക് വേണ്ട കോളേജ് എത്തുമ്പോൾ മാത്രം നിങ്ങൾ ഈ ആഡിൽ ക്ലിക്ക് ചെയ്യുക. ആഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യുന്ന കോളേജ് ആയിരിക്കും നിങ്ങളുടെ ഇവിടെ ഒന്നാമത്തെ ചോയ്സ് ആയിട്ട് വരിക. ഇപ്പൊ എയിംസ് ഡൽഹി കണ്ടു, ഒരു കുട്ടി ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിം എയിംസ് ഡൽഹി പ്രോഗ്രാം MBBS ഇങ്ങനെ വരും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ചോയ്സ് നമ്പർ 1. അടുത്ത നിങ്ങൾ ഇവിടെ ജിപ്മർ കണ്ടു, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തു എന്ന് കരുതുക. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കണ്ടു, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇവിടെ ചോയ്സ് നമ്പർ 2 ആയിട്ട് എന്ത് വരും? കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പ്രോഗ്രാം MBBS ആണെങ്കിൽ MBBS കോട്ട, എന്താണ് ഓൾ ഇന്ത്യ കോട്ട, ചോയ്സ് നമ്പർ 2 എന്ന് വരും. അടുത്തത് നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാണ്, നിങ്ങൾ അടുത്തത് കാണുന്നു, അതിൽ ക്ലിക്ക് ആഡ് കൊടുക്കുന്നു, അതിവിടെ 3ാമത്തെ ചോയ്സ് ആയിട്ട് വരും. അടുത്തത് ആഡ് ചെയ്യുമ്പോൾ ഇത് 4ാമത്തെ ചോയ്സ്. അങ്ങനെ നിങ്ങളുടെ ഓർഡറിൽ ഇങ്ങനെ ഇവിടെ ചോയ്സുകൾ നിറയും. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം തന്നെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ശരിക്കും പറഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അപ്പോഴായിരിക്കും പുതിയ പുതിയ ഓപ്ഷൻസ് കാണുന്നത്. ബട്ട് ഓൾറെഡി നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ ആദ്യം കൊടുക്കുന്ന കോളേജിലായിരിക്കും നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യുക. അവിടെ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ്, അവിടെ കിട്ടിയില്ലെങ്കിൽ തേർഡിലേക്ക് കൺസിഡർ ചെയ്യും, അവിടെ കിട്ടിയില്ലെങ്കിൽ ഫോർത്തിലേക്ക്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യമേ ഒരു പേപ്പറിൽ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് അല്ലെങ്കിൽ പ്രോഗ്രാം സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മാത്രം വരും. എല്ലാം വരാണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വരും. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യമേ പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളൊരു പ്രയോറിറ്റി ലിസ്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ചോയ്സ് നമ്പർ 1, 2, 3, 4 എന്നുള്ള രീതിയിൽ വരും. ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ? കാര്യം പിടികിട്ടിയോ? ഓക്കെ ആണെങ്കിലാണ് ചോയ്സ് ഫില്ലിംഗ് നടത്തുക. ഇവിടെ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തരും, അതിൽ നിന്ന് നമുക്ക് വേണ്ടത് മാത്രം ആഡ് ചെയ്യുക. ആഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇത് വരും, നമ്മുടെ ചോയ്സ് നമ്പർ 1 ആയിട്ട് ഇത് വരും. അടുത്ത് നിങ്ങൾ ആഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലിപ്പോൾ ആഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിം, പ്രോഗ്രാം, അത് ഏത് കോട്ടയാണോ, ഓൾ ഇന്ത്യ കോട്ടയാണോ ഓപ്പൺ കോട്ടയാണോ, അത് നമ്മുടെ ചോയ്സ് നമ്പർ 2 ആയിട്ട് വരും. നമുക്ക് നിലവിൽ ഇത് റീഅറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ചെയ്ത് വേണം നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഈ 3ാമത് കിടക്കുന്നതിനെ 1ാമത് കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് അപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ റിമൂവ് ചെയ്യണമെന്ന് തോന്നിയാൽ റിമൂവ് ചെയ്യാം. ഓക്കെ, ആ ചോയ്സ് ലോക്കിംഗ് നടത്തുന്നത് വരെ, ചോയ്സ് ഫില്ലിംഗ് കഴിഞ്ഞ് ചോയ്സ് ലോക്കിംഗ് നടത്തുന്നത് വരെ നമുക്ക് എന്ത് വേണമെങ്കിലും റീഅറേഞ്ച് ചെയ്യാം. ഇത് മുകളിലോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ താഴോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യുക. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട. ഇവിടെ ആദ്യം തന്നെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ആൻഡ് ചോയ്സ് ലോക്കിംഗ് എന്ന് വെച്ചാൽ എല്ലാ ചോയ്സ് ഫില്ലിങ്ങും കഴിഞ്ഞ് സബ്മിഷൻ്റെ ടൈമാണ് ചോയ്സ് ലോക്കിംഗ് നടത്തി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ അതിൽ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, അലോട്ട്മെന്റ് വരികയാണ് ചെയ്യുക. അപ്പോൾ ചോയ്സ് ലോക്കിങ്ങിൻ്റെ ടൈം വരെ നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കാനും ഇത് ഫില്ല് ചെയ്യാനും ഒക്കെ ടൈമുണ്ട്. അപ്പോൾ ആ ഒരു സ്കെഡ്യൂൾ അനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക, ചോയ്സ് ലോക്കിംഗ് നടത്തുക. ആൻഡ് പ്രയോറിറ്റി ലിസ്റ്റ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെക്കുക, പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട്. അതിങ്ങനെ ലാപ്പിൽ കാണുന്നതിലും അല്ലെങ്കിൽ സ്ക്രീനിൽ, ഓൺലൈൻ സ്ക്രീനിൽ കാണുന്നതിലും നല്ലത് നിങ്ങൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് 1ാമത്തെ കോളേജ് ഏത് വേണം, 2ാമത്തെ കോളേജ് ഏത് വേണം, 3ാമത്തേത് ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി അതനുസരിച്ച് ഇവിടെ ചോയ്സ് ലോക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഇപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് നടക്കുക. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മാത്രമേ, രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കേ ചോയ്സ് ഫില്ലിങ്ങിലേക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. രജിസ്ട്രേഷൻ ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കുന്നവർക്ക് മാത്രമേ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പ്രയോറിറ്റി ലിസ്റ്റ് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.